സ്വാതി, നമുക്കിപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് 3 മരണമാണ്. ബാക്കിയുള്ള ആളുകളുടെ കാഷ്വാലിറ്റി സംബന്ധിച്ചുള്ള വ്യക്തമായൊരു വിവരങ്ങൾ ഇവിടെ നിൽക്കുന്നവർ ഉദ്യോഗസ്ഥർക്കോ അതല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിച്ച ആളുകൾക്കോ ഇവിടെ ജോലി ചെയ്തിരുന്ന ആളുകൾക്കോ അടക്കം ഇപ്പോഴും അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇനിയും ഇതിനുള്ളിൽ ഈ സ്ഥലത്തിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നതടക്കമുള്ള നിലയിൽ കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നമുക്ക് വിദൂര ദൃശ്യങ്ങൾ നമുക്ക് കാണാനാവുമെന്ന് കരുതുന്നു. അവിടെ നിന്ന് ഒരാളെ കൂടി കണ്ടെത്തി പുറത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം 6 ടൺ ഇപ്പോഴും അവിടെ സ്ഫോടനം നടക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചുകൊണ്ട് 3 വെടിക്കെട്ടുകളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന് പൂരത്തിന് മുന്നോടിയായിട്ടുള്ള സാമ്പിൾ വെടിക്കെട്ട്, 2 പൂര ദിവസം നടക്കുന്ന പ്രധാന വെടിക്കെട്ട്, അതിനും ശേഷം പൂരം ഉപചാരം ചൊല്ലി പിരിഞ്ഞതിന് ശേഷം പൂരം സമാപന ദിവസം നടക്കുന്ന ഉച്ച വെടിക്കെട്ട്. ഇങ്ങനെ 3 വെടിക്കെട്ടുകളാണ് തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായി നടക്കാറുള്ളത്. ഈ 3 വെടിക്കെട്ടുകൾക്ക് കൂടി ഒരു ശരാശരി 6 ടൺ വെടിമരുന്ന് ഒരു ദേവസ്വത്തിന് സംഭരിച്ച് പടക്കങ്ങളാക്കാൻ കഴിയും. 6 ടൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം അളവിലാണ് അതിൻ്റെ സ്ഫോടനം ഉണ്ടാകാൻ ഇടയുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം. അത്തരത്തിൽ 6 ടണ്ണോളം വെടിമരുന്നുകളും വെടിക്കോപ്പുകളും സംഭരിച്ച് ഇവിടെ സൂക്ഷിക്കാറുണ്ട്. നിലവിൽ ഈ പറയുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കും പൂർണ്ണമായും ഈ 6 ടണ്ണ് വെടിമരുന്നുകളും സൂക്ഷിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനോടകം തന്നെ നിർമ്മാണം പൂർത്തീകരിച്ചവയും അല്ലാത്തവയുമായ പടക്കങ്ങളും അമിട്ടുകളും മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടാകാനിടയില്ല. കാരണം 24-നാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത്. ഈ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്ന 24-ന് തൊട്ട് തലേ ദിവസം 23-ാം തീയതിയാണ് തങ്ങൾ ഇവിടെ നിന്ന് സാധനങ്ങൾ മാറ്റുക എന്ന് ഇവിടെ സംസാരിച്ച തൊഴിലാളികൾ നമ്മളോട് പറഞ്ഞിരുന്നു. അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇത്തരത്തിൽ ഈ വലിയ തോതിലുള്ള വെടിമരുന്നും വെടിക്കോപ്പുകളുമെല്ലാം ഇതേ പ്രദേശത്ത് തന്നെ, ഈ ഒരു മുണ്ടത്തിക്കോട്ടെ ഈ കാണുന്ന ഈ പ്രദേശത്ത് തന്നെയായിരിക്കാം സംഭരിച്ച് വെച്ചിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള സ്ഫോടനമാണ് ഇവിടെ നടന്നത് എന്ന് പ്രത്യേകമായി പറയേണ്ടതില്ല. പക്ഷേ ഇത് പൂർണ്ണമായും അല്ലെങ്കിൽ സ്ഫോടനം പൂർണ്ണമായും കഴിഞ്ഞുവെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇനിയും പൊട്ടാത്ത പടക്കങ്ങളും വെടിമരുന്നുകളും വെടിക്കോപ്പുകളും ഒക്കെ പല ഭാഗങ്ങളിലായുണ്ട്. വലിയ തോതിലുള്ള വലിയ അമിട്ടുകളുടെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ കണ്ട ഒരു ഭാഗത്ത് വലിയ അമിട്ടുകൾ, അതായത് മണ്ണിൽ കുഴിച്ചിട്ട് ആകാശത്ത് പോയി പൊട്ടി പല വർണ്ണങ്ങളായി വിരിയുന്നത് നമ്മൾ കാണുന്ന പലതരത്തിലുള്ള അമിട്ടുകളുടെ ഒരു വലിയ ശേഖരം, ചെറുതും വലുതുമായിട്ടുള്ള അമിട്ടുകളുടെ ഒരു വലിയ ശേഖരം ഇവിടെ ഉണ്ടായിരുന്നു. അതിലേറിയ പങ്കും ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ പൊട്ടിത്തെറിക്കുന്ന ശബ്ദങ്ങളും നമുക്ക് ഇടവിട്ട് കേൾക്കാനാകും. ഇപ്പോഴും അത് നമ്മൾ സംസാരിക്കുന്ന സമയത്തും പല ഭാഗങ്ങളിലായി ഈ തരത്തിലുള്ള സ്ഫോടനങ്ങൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ ഞാൻ ഇന്ന് രാവിലെ കണ്ട് സംസാരിച്ച ഈ വെടിക്കെട്ട് കരാറെടുത്ത് നടത്തുന്ന സജി എന്ന് പറയുന്ന ആളുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ഞാൻ ഒരു സംശയം എന്നുള്ള കരയിൽ ഒരു കാര്യം ചോദിച്ചു. ഇത് ഈ ഒഴിഞ്ഞ പ്രദേശത്ത് ഇങ്ങനെ സാധന സാമഗ്രികളൊക്കെ കൂട്ടിയിട്ട് ശേഖരിച്ച് വെക്കുമ്പോൾ പുതിയ പരീക്ഷണങ്ങളൊക്കെ വെടിക്കെട്ട് കരിമരുന്ന് കലാപ്രകടനം നടത്തുന്ന കലാകാരന്മാരുടെ ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ വർഷത്തെ പൂരത്തിനും ഉത്സവങ്ങൾക്കുമെല്ലാം പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി പുതിയ പടക്കങ്ങളും വെടിക്കോപ്പുകളും ഒക്കെ നിർമ്മിക്കും. അതാണ് ഒരു കരിമരുന്ന് കലാപ്രകടന സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്ന സാധനം. അത്തരത്തിലുള്ള പല പരീക്ഷണങ്ങളും ഞങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഈ നിലത്ത് ഈ പറയുന്ന ഈ പാടശേഖരത്തിന് നടുവിലാണ് അത്തരത്തിൽ പല പരീക്ഷണങ്ങൾ നടത്തി പുതിയ പടക്കങ്ങളും അമിട്ടുകളും മറ്റ് സാധനങ്ങളും ഒക്കെ പരീക്ഷിക്കുക. ആ പരീക്ഷിക്കുന്ന സമയത്ത് ഒരു പാടത്ത് നടത്തുന്ന നിലയിലുള്ള സ്ഫോടനം പോലെയല്ല ഒരു സുരക്ഷിത സ്ഥാനത്ത് അതല്ലെങ്കിൽ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശത്ത്, ഒരു നഗരത്തിന് നടുവിലുള്ള പ്രദേശത്ത് നടത്തുക. ഇവിടെ പരീക്ഷണം നടത്തി 100% വിജയിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ള വെടിക്കോപ്പുകൾ ഈ പ്രദേശത്തിന് പുറത്തേക്ക് തങ്ങൾ കൊണ്ടുപോകാറുള്ളൂ. അങ്ങനെ ആ പരീക്ഷണത്തിന് വേണ്ടി ഈ പാടത്തിന്റെ നടുവിൽ തങ്ങളിങ്ങനെ അമിട്ടുകൾ മറ്റും പൊട്ടിക്കുമ്പോൾ പ്രദേശവാസികൾക്കൊന്നും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. അവരത് ആസ്വദിക്കുന്നുണ്ട്. എന്നാൽ അടുത്ത ഈ ചുറ്റുപാടും വീടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തൊട്ട് ഒരു 1/2 കിലോമീറ്ററൊക്കെ മാറിയാണ് ചുറ്റും വീടുകളുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ പടക്കം പൊട്ടിക്കാൻ നേരത്തെ ഇവർ പരീക്ഷണം നടത്തുകയാണെന്ന് ഈ പ്രദേശവാസികൾക്ക് അറിയാം. അവർ അടുത്തത് എന്താണെന്ന് കാണാൻ, അല്ലെങ്കിൽ രാത്രിയും പകലും ഒക്കെ അടുത്തതൊക്കെ എന്താണെന്ന് കാണാൻ വീടുകളുടെ ടെറസുകളിലും മറ്റും കയറിയിരിക്കും. അല്ലെങ്കിൽ തങ്ങളോട് ഫോൺ വിളിച്ച് ചോദിക്കും ഇനിയും പൊട്ടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമെന്നുള്ള നിലയിലാണ് ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ച ആൾ പറഞ്ഞു. അങ്ങനെ നാട്ടുകാർ ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ
പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർക്ക് വലിയ പിന്തുണ നൽകിയിരുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇത്. ആർക്കും വലിയ ശല്യമില്ല. ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ശബ്ദത്തിനോ അല്ലെങ്കിൽ പ്രകാശത്തിനോ അപ്പുറത്ത് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഈ പ്രദേശവാസികൾക്ക് ഉണ്ടാകാൻ ഇടയില്ലാത്ത ഒരു സ്ഥലമാണ്. അവിടെയാണ് പക്ഷേ നമ്മൾ രാവിലെ വരുമ്പോൾ ഇവിടെ ഒരു തരത്തിലും ഒരു അപകട സാഹചര്യം എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയില്ലായിരുന്നു. കാരണം അവിടെ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് ഓരോ ഷെഡുകളും മാറി മാറി പ്രവർത്തിക്കുന്നു. ഒരു ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് ഓരോരുത്തരും ജോലി ചെയ്യുന്നു. അവിടെ തീയുടെയോ പുകയുടെയോ ഒരു സാന്നിധ്യവും അവിടെ ഉണ്ടാകാനിടയില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അനുസരിച്ച് കൊണ്ട് ഇവിടെ പല ഷെഡുകളിലേക്കും ഇലക്ട്രിക് സർവീസ് ലൈനുകളും മറ്റുമുണ്ടായി. എന്ന് വെച്ചാൽ ഇലക്ട്രിക് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ കേബിളുകൾ മീറ്ററുകൾ നീളത്തിലുള്ള കേബിളുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കേബിൾ ഈ കനത്ത വെയിലിൽ ഒരു പക്ഷേ ഒരു സ്പാർക്ക് ഉണ്ടായതാകാം ഇത്തരത്തിലൊരു അപകടത്തിന് കാരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ മനുഷ്യരെയൊക്കെ കാണുമ്പോൾ അവർ അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരുടെ തലയിലും മുടിയിലും കാൽനഖങ്ങളിലും വരെ വെടിമരുന്നിൻ്റെ അംശം, നഖങ്ങൾക്കിടയിൽ പോലും ഇങ്ങനെ വെടിമരുന്ന് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനാകും. അങ്ങനെയുള്ള സ്ഥലത്ത്, അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയ തീപ്പൊരി ഉണ്ടായാൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഈ പ്രദേശത്തിൻ്റെ ഈ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, വലിയ തെങ്ങുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ തെങ്ങുകളുടെ ഉയരത്തിലൊക്കെ തേങ്ങകൾ ഉണ്ടായിരുന്നു. ആ തേങ്ങകളെല്ലാം കരിഞ്ഞ്, ആ തെങ്ങുകൾ നാഗമാവശേഷമായി നശിച്ചു നിൽക്കുന്ന, കത്തി നിൽക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ആ തെങ്ങിൻ്റെ ഉയരത്തിലോളമെങ്കിലും തീഗോളങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനു മുകളിൽ ഉയർന്ന് തീഗോളങ്ങൾ കണ്ടു എന്നുള്ളതാണ് അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മളോട് സംസാരിച്ച ഈ പ്രദേശവാസിയായി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന, ഈ മീറ്ററുകൾക്കപ്പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചേട്ടൻ നമ്മളോട് സംസാരിച്ചത്. അല്പസമയങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ തൃശ്ശൂരിലെ പൊതുപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ ഒരു കൃഷിത്തോട്ടത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്നതാണ്. ആ സമയത്ത് തൻ്റെ തോട്ടത്തിൽ കാറിനുള്ളിൽ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കാറിനുള്ളിൽ ഇരിക്കുമ്പോൾ ഈ കാറ് കുലുങ്ങുന്ന നിലയിലേക്ക്, ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഈ കാറ് കുലുങ്ങുന്ന നിലയിലേക്ക് ഒരു പ്രകമ്പനം ഉണ്ടായി. അത് അറിഞ്ഞുകൊണ്ടാണ് പുറത്തിറങ്ങി നോക്കുന്നത്. പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നതായി കാണുന്നത് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ്. ദിവസങ്ങൾക്കകം ഈ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് നടക്കേണ്ടതായിരുന്നു. അതിനായിട്ടുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഭാഗത്തും സ്ഫോടനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ ഭാഗത്ത് സ്ഫോടനം ഉണ്ടായത് എന്ന് പറയാൻ കഴിയുന്നത് അവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നതല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമല്ല. പക്ഷേ ഇവിടെ നിന്ന് പൊട്ടിത്തെറിച്ച സ്ഫോടക വസ്തുക്കൾ ഏതെങ്കിലും ഒന്ന് വയലിൽ വീണ് അവിടെ പൊട്ടിയതാകാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും ഇപ്പോഴും ആ തീ ഒരു പൂർണ്ണ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പാടശേഖരത്തിൽ വഴിയൊരുക്കിക്കൊണ്ട് ഇപ്പോൾ ഫയർ എഞ്ചിൻ ഇവിടേക്ക് കുറച്ചുകൂടി അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അത്രയും ദൂരത്തിൽ ഈ ഫയർ എഞ്ചിൻ എത്തിച്ചാലും അതിൻ്റെ പൈപ്പുകൾ അവിടേക്ക് എത്തിക്കുക അസാധ്യമാണ്. മാത്രമല്ല, അവിടെ അതിനുള്ള ശ്രമങ്ങളും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ അത്രയും ദൂരത്തിൽ ഫയർഫോഴ്സ് പൈപ്പുകൾ എത്തിച്ച് അവിടെ വെള്ളം പമ്പ് ചെയ്ത് ആ തീ അണയ്ക്കുക, ഇപ്പോൾ കത്തുന്ന ഭാഗത്ത് തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളും ഇപ്പോഴും കത്തി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, തീ അണഞ്ഞ ഭാഗങ്ങളുണ്ട്. മാത്രമല്ല, ഇതൊരു വലിയൊരു ഏരിയ തന്നെയാണല്ലോ. 6 ഏക്കർ എന്ന് പറയുമ്പോൾ വലിയൊരു ഒരു സ്ഥലം, അതൊരു അത്രയും വിസ്തൃതിയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഈ നിലയിൽ തീ അണയ്ക്കുക എന്നുള്ളതും എളുപ്പത്തിലുള്ള കാര്യമല്ല. മാത്രമല്ല, പല പൊട്ടിത്തീരാത്ത പല വെടിക്കോപ്പുകളും സാധന സാമഗ്രികളും ഒക്കെ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അവിടെയുള്ള ആളുകൾക്ക് പോലും അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മുണ്ടത്തിക്കോടാണ് വെടിക്കെട്ടുപുരയിൽ സ്ഫോടനമുണ്ടായി നാടിനെ നടുക്കുന്ന സംഭവമായി മാറിയിരിക്കുന്നത്. 3 പേരുടെ ജീവൻ അവിടെ നഷ്ടമായി എന്നുള്ള പ്രാഥമിക വിവരമുണ്ട്. 40-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പൂരത്തിന്റെ ഭാഗമായി തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ സ്ഫോടനമുണ്ടായിരിക്കുന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ച് അവർക്ക് അടിയന്തര ചികിത്സ നൽകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം